2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പ്രകടമായ അമിതാധികാര പ്രയോഗം പൊതുവെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അന്തസ്സും വിശ്വസ്തയും തകർത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. തീവ്ര പുനഃപരിശോധന എന്ന പേരിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടപ്പുറന്തള്ളൽ, പല സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിലെ ഗുരുതര ക്രമക്കേടുകൾ എന്നീ വിഷയങ്ങളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രതികരണം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിരുന്നു. ബീഹാറിലെ വോട്ടർമാരെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിച്ച വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന ഒക്ടോബർ മുതൽ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRനെ എതിർക്കുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ള ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് പൗരത്വം അന്വേഷിക്കേണ്ടത് കമ്മീഷന്റെ ജോലിയല്ല എന്നാണ്. SIRന്റെ മുന്നൊരുക്കം വിലയിരുത്താൻ വിളിച്ച പ്രത്യേക യോഗത്തിൽ കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. 5 സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കമ്മീഷന്റെ തിരക്കുട്ടുള്ള നീക്കം. ബീഹാറിലെ ജനാധിപത്യ വിരുദ്ധ SIR നടപടികൾക്കെതിരെ ഹർജികൾ സുപ്രീം കോടതിയിൽ പരിഗണനയിലാണ്. അന്തിമവിധി വരും മുമ്പ് എത്രയും വേഗം SIR രാജ്യവ്യാപകമാക്കാനാണ് കമ്മീഷന്റെ നീക്കം. 1 മാസത്തിനകം നടപടിക്രമം പൂർത്തിയാക്കി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. ജനുവരിയിൽ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. എല്ലാ വോട്ടർമാരും എന്യൂമറേഷൻ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകണം. ഏറ്റവും ഒടുവിൽ രാജ്യവ്യാപക SIR നടപ്പാക്കിയ 2003 പ്രക്രിയയുടെ ഭാഗമായി പേര് ചേർത്തവർ വിവരങ്ങൾ സ്ഥിരീകരിച്ചാൽ മതി. ശേഷം ഉൾപ്പെടുത്തിയവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ കൈമാറണം. ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും സാഹചര്യങ്ങൾ പരിഗണിച്ച് ഏതെല്ലാം രേഖകളാണ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കും. രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കാതെയും ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിഗണിക്കാതെയും SIR നടപ്പാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള ശക്തമായ ആക്ഷേപം ഉയരുകയാണ്. ബീഹാറിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ 12ാമത് രേഖയായി ആധാറും പരിഗണിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ബീഹാർ മാതൃകയിൽ SIR നടപ്പാക്കിയാൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം.